ഹലോ, ഇന്നലത്തെ വീഡിയോയിൽ ഞാനൊരു ടൈറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഈ വ്ളോഗ് വീഡിയോ എടുക്കാനാണ് ഇഷ്ടം. സത്യമാണ് കേട്ടോ, എനിക്ക് ഈ വ്ളോഗ് ഇതുപോലെ ഇങ്ങനെ ഇടാനാണ് ഇഷ്ടം. റെസിപ്പീസ് മാത്രം ഇടുമ്പോൾ നമ്മൾ ആ ഒരു റെസിപ്പീസിൻ്റെ കാര്യങ്ങൾ മാത്രമാണല്ലോ അതിൽ ഇൻക്ലൂഡ് ചെയ്യും. ഇപ്പോൾ വ്ളോഗ് വീഡിയോ ഇടുന്ന സമയത്ത് മുഴുവനായിട്ട് നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് ചിലപ്പോൾ പറയാനൊരു മടിയുള്ളത് കൊണ്ടാണ് മ്യൂസിക് ഇട്ടിട്ട് നമ്മൾ വേഗം തന്നെ അപ്ലോഡ് ആക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്യുന്ന കാര്യം എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് മിക്ക വീഡിയോസിലും ഞാൻ അധികം ചിലപ്പോഴൊക്കെ മ്യൂസിക് അങ്ങോട്ട് ആഡ് ചെയ്തിട്ട് വേഗം തന്നെ അപ്ലോഡ് ആക്കുന്നത്. വോയിസ് കൊടുക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പോൾ വല്ലാത്ത നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് വീണ്ടും അത് റിപ്പീറ്റ് അടിച്ചിട്ട് റെക്കോർഡ് ചെയ്യാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചെയ്യാറുള്ളത്. ഇന്നിതാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് റവ പുട്ടാണ് ഉണ്ടാക്കുന്നത്. റവ ആദ്യം ഒന്ന് കുഴച്ച് നനച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കുകയാണെങ്കിൽ വലിയ തരിയുള്ള റവയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ തന്നെ നമ്മുടെ റവ പുട്ടിന് നല്ലൊരു സോഫ്റ്റ്നെസ്സും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ചില റവ ഉണ്ടാവുമല്ലോ വലിയ തരിയായിട്ടുള്ള. അപ്പോൾ ആദ്യം ഇളം ചൂടുള്ള വെള്ളത്തിൽ ഉപ്പ് റവയിൽ അങ്ങോട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇളം ചൂട് വെള്ളത്തിൽ ഒന്നങ്ങോട്ട് കുഴച്ചെടുക്കുക. ഇനിയിപ്പോൾ വെള്ളം ഏറിയിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുറച്ച് റവ വീണ്ടും ഒന്ന് ചെയ്തിട്ട് ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി കേട്ടോ. തേങ്ങ ചിരവി എടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് പുട്ടുപ്പൊടി ഒന്ന് നനച്ചിട്ട് അങ്ങനെ വെക്കുക. ഒരു 5 മിനിറ്റ് അതുപോലെ വെച്ചാൽ നല്ലതായിരിക്കും കേട്ടോ. ആ നനവൊക്കെ റവയിലൊക്കെ ഒന്ന് നന്നായിട്ട് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് പിന്നെ നമ്മൾ മിക്സി ജാറിലേക്ക് പൊടി അങ്ങോട്ട് മാറ്റിയിട്ട് അങ്ങോട്ട് പൾസ് ചെയ്തെടുത്താൽ മതി. 2-3 പ്രാവശ്യം ഒന്ന് അങ്ങോട്ട് തിരിച്ച് പൾസ് ചെയ്തെടുക്കുക. മിക്സി ജാറിൻ്റെ ആ ബട്ടണ് റൈറ്റ് സൈഡിലേക്കല്ല ലെഫ്റ്റ് സൈഡിലേക്ക് പൾസ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. നമ്മൾ തേങ്ങയൊക്കെ അരച്ചെടുക്കുന്ന സമയത്ത് ബട്ടണ് വലത്തോട്ടാണല്ലോ തിരിക്കുക. അതുപോലെ ചെയ്യരുത്. അങ്ങനെ ആകുമ്പോൾ ഇത് നന്നായിട്ടിങ്ങനെ ഒന്നായിട്ടൊരു ഉണ്ടയാവും. പിന്നെ നമ്മൾ വീണ്ടും റവ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ ഒരുപാട് പൊടി പിന്നെ വേസ്റ്റായി കളയേണ്ടി വരും. ഇനിയിപ്പോൾ പുട്ട് ചുട്ടെടുക്കുകയാണ് കേട്ടോ. പുട്ടിക്ക് പ്രത്യേകിച്ച് കറികളൊന്നുമില്ല. ഈ ഒരു പുട്ടിന് പ്രത്യേകിച്ച് കറി വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നന്നായിട്ട് തേങ്ങയൊക്കെ ഇട്ടിട്ട് ചുട്ടെടുക്കുകയാണെങ്കിൽ ചൂടോടുകൂടി തന്നെ നമുക്ക് ചായക്കൊപ്പം കഴിച്ചാൽ മതി കേട്ടോ. കറിയുടെ ആവശ്യമൊന്നുമില്ല. പിന്നെ തലേദിവസത്തെ കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടാക്കിയില്ല. പുട്ട് പെട്ടെന്ന് തന്നെ ഇവിടെ ആയി കിട്ടിയിട്ടുണ്ട്. നമ്മൾ മിക്സി ജാറിലിട്ടിട്ട് ആ പൊടി ഒന്ന് പൾസ് ചെയ്തെടുക്കുകയാണെങ്കിൽ വേഗം തന്നെ ചെറിയ തരിയാണല്ലോ, അപ്പോൾ പിന്നെ പെട്ടെന്ന് അത് കുക്കായി കിട്ടും. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് പുട്ട് ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ചായയും കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ വ്ളോഗ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വീഡിയോസൊക്കെ ഇടാനായിട്ട് പറ്റുള്ളൂ. വളരെയധികം വ്യൂവും കാര്യങ്ങളൊക്കെ കുറവാണ് വീഡിയോസിൽ കേട്ടോ. നമ്മൾ റെസിപ്പീസ് വീഡിയോസ് ഇട്ടാലും വ്ളോഗ് വീഡിയോ ഇട്ടാലും കുറേ ആയിട്ട് ഭയങ്കര സ്ലോ ആണ്. അപ്പോൾ നല്ല വിഷമമുണ്ട് കേട്ടോ. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിരിക്കുമല്ലോ ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കിയാലല്ലേ മനസ്സിലാവുള്ളൂ. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. ഇനിയിപ്പോൾ എല്ലാ റെസിപ്പീസും നമുക്ക് ഉണ്ടാക്കാൻ അറിയാം എന്നുള്ളവർക്ക് വേണ്ടിയിട്ടെല്ലാം ഒരുപാട് ആൾക്കാർ പാചകം പഠിച്ച് വരുന്നവർക്കൊക്കെ ഉണ്ടാവും. നമ്മൾ ഒരുപാട് പാചകം പഠിച്ച് ചെയ്യുന്ന ആളായിട്ടല്ല പറയുന്നത്. എന്നാലും എനിക്കറിയുന്ന കുഞ്ഞു റെസിപ്പീസും ടിപ്സും കാര്യങ്ങളും കിച്ചൺ ടിപ്സൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നത് അറിയാത്തവർക്ക് വേണ്ടി അത് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ നമ്മളിതാ ചായയൊക്കെ റെഡിയാക്കി എടുത്ത് പുട്ടൊക്കെ ഇവിടെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പുട്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ, വെറുതെ പറയില്ല. നമ്മൾ അതുപോലെ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ചെയ്ത് നോക്കൂ നിങ്ങൾ. ഇളം ചൂടുവെള്ളത്തിൽ കുഴച്ചെടുത്തിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്ത് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ റവപ്പുട്ട് ഒരു ഹാർഡാവാണ്, നല്ല സോഫ്റ്റായിട്ട് കിട്ടും. പിന്നെ തലേദിവസത്തെ കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനത് കൂട്ടിയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ.
പിന്നെ ഞാൻ നോക്കുമ്പോൾ ഒരു ക്യാരറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് വേവിച്ചെടുത്ത് മിക്സി ജാറിലേക്ക് ചൂടാറിയതിന് ശേഷം ഇട്ട് കൊടുത്ത് ഒരു പിഞ്ച് ഏലക്കായും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് ആദ്യം ഒന്ന് അടിച്ചെടുത്തിട്ട് പിന്നെ പാലും കൂടി ചേർത്ത് അടിച്ചെടുത്തിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഒന്ന് തണുപ്പിച്ച് കുടിക്കാനായിരിക്കും നല്ലത്. പിന്നെ കസ്കസ് കുതിർത്ത് അടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിലായിട്ട് ഈ ജ്യൂസും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ കേട്ടോ.